ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മകളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് 8ാം ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഗാൻജറ്റിക് പ്ലെയിൻസ് അല്ലെങ്കിൽ ഗംഗാ സമതലത്തിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ ജൈനമതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ പ്രധാനമായിട്ട് ബുദ്ധിസത്തിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ കണ്ടത് ബുദ്ധിസവും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മതമാണ് ജൈനിസം എന്ന് പറയുന്നത്. ആ ജൈനിസത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മക്കളെ, ഇന്ത്യൻ സംസ്കാരത്തിനകത്ത് അനേകായിരം പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മതമാണ് ജൈനമതം. ആ ജൈനമതത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് ജൈനമതം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വർത്തമാന മഹാവീരനാണ്. അത് സ്ഥാപിച്ചിട്ടുള്ളത് വർത്തമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. അദ്ദേഹമാണ് അതിന്റെ ഫൗണ്ടർ. അദ്ദേഹം ജനിച്ചത് കുണ്ടല ഗ്രാമം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വൈശാലിക്കടുത്ത്, ബീഹാറിലെ വൈശാലിക്കടുത്ത സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു, 24ാമത്തെ സന്യാസിയായിരുന്നു. ആര്? ഈ ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും വർത്തമാന മഹാവീരനെ അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ജിന അല്ലെങ്കിൽ ജിനൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിർവ്വാണ പ്രാപിച്ച സ്ഥലം എന്ന് പറയുന്നത് പാവ എന്ന് പറയുന്ന സ്ഥലമാണ്. പാവ എന്ന് പറഞ്ഞാൽ പാറ്റ്നയ്ക്ക് അടുത്ത സ്ഥലമാണ് ഇത് പാവ. ഇതാണ് ജിനൻ അല്ലെങ്കിൽ ഈ പറയുന്ന വർത്തമാന മഹാവീരനെ കുറിച്ച് നമുക്ക് ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ജൈനമതം ഇന്ത്യൻ സംസ്കാരത്തിനകത്ത് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. മകളെ, നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനമായിട്ടും ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് നമ്മൾ പറയുന്നതാണ് അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ്. ഒന്നിനെയും കൊല്ലില്ല, ഒന്നിനെയും ഉപദ്രവിക്കില്ല, അല്ലെ? ഗാന്ധി പറയുന്ന ഏറ്റവും വലിയൊരു ആശയങ്ങളിലൊന്നാണ് അഹിംസ. മകളെ, ആ അഹിംസയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇന്ത്യൻ സംസ്കാരത്തിനകത്ത് അഹിംസ എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളാണ് ആര്? ഈ പറയുന്ന നമ്മുടെ ജൈനമതക്കാരാണ് എന്ന് മനസ്സിലാക്കുക. ജൈനമതക്കാരെ പോലെ തന്നെ അഹിംസയ്ക്ക് ആരും പ്രാധാന്യം കൊടുത്തിരുന്നു, ബുദ്ധമതക്കാരും ചെയ്തിരുന്നു, പ്രാധാന്യം കൊടുത്തിരുന്നു. ഇനി നെക്സ്റ്റ് വൺ, ആ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ വയലൻസിനെതിരായിരുന്നു, അല്ലേ? ഓപ്പോസിറ്റ് വയലൻസിന് അവരെതിരായിരുന്നു. അതുകൂടാതെ നിങ്ങൾ കണ്ടത് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ, അല്ലേ? അതായത് അവർ പ്രധാനമായി ശരിയായ വിശ്വാസം, അതുപോലെ തന്നെ ശരിയായ അറിവ്, അതുപോലെ തന്നെ ശരിയായ പ്രവൃത്തി, ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൂടാതെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രീസ്റ്റ്ലി റിച്വൽസും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റവും പൗരോഹിത്യ മേധാവിത്വത്തിനും അതേപോലെ തന്നെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ എന്ത് ചെയ്തിട്ടുണ്ട്, ജൈനമതക്കാർ എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടത് അന്ന് ഈ പറയുന്ന ലൈങ്, അതേപോലെ തന്നെ മർഡർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം മക്കളെ. പ്രധാനപ്പെട്ട കളവ് പറയൽ, അതുപോലെ തന്നെ കൊലപാതകം, അതുപോലെ തന്നെ സ്വത്ത് സമ്പാദനം, ഇതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എതിർത്തിട്ടുണ്ട്. കൂടാതെ ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് അന്നത്തെ ജൈൻ മങ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൈനമത സന്യാസിമാർ അന്ന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ, ഒരുപാട് നിർമ്മിതികൾ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ കണ്ടത് കേവ്സും ടെമ്പിൾസും അതുപോലെ തന്നെ പ്രധാനമായിട്ട് പ്രതിമകളും ഒക്കെ തന്നെ ഈ ജൈനന്മാരുടെ കാലഘട്ടത്തിനകത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം കൂടി അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തു, ഹിംസയെ അവർ എതിർത്തു, ശരിയായ വിശ്വാസം, അറിവ്, അതുപോലെ തന്നെ പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകി, വൈദിക ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയെ അവർ എതിർത്തിട്ടുണ്ട്. കളവ് പറയൽ, കൊലപാതകം, മോഷണം, സ്വത്ത് സമ്പാദനം എന്നിവ എഴുതിയിട്ടുണ്ട്, അവർ എതിർത്തിട്ടുണ്ട്. ബ്രഹ്മചര്യം ജൈനമത സന്യാസികൾ എന്ത് ചെയ്യണം, അനുഷ്ഠിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ശിലാസ്തൂപങ്ങളും ഗുഹാക്ഷേത്രങ്ങളും പ്രതിമകളും അവരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് മക്കളെ ജൈനമതം ഇന്ത്യൻ സംസ്കാരത്തിന് എന്താണ് സംഭാവന നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായി നിങ്ങൾ എഴുതേണ്ടത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ക്രിസ്മസ് എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, പ്രതീക്ഷിക്കാം. കാരണം ബുദ്ധമതവും ജൈനമതവും അത്രയേറെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി മക്കളെ, നിങ്ങൾ കണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ശ്രാവണ ബൽഗോളയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയൊക്കെ നിങ്ങൾ കാണാം. കർണാടകയിലുള്ള ഏറ്റവും പ്രതിമ നിങ്ങൾ കാണാം, ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇനി ജൈനമതത്തിലെ പ്രധാനമായിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത്, ജൈനമതം പിന്നീട് കുറെ കഴിഞ്ഞ സമയത്ത് ജൈനമതത്തിനകത്തും 2 വിഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ആ വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശ്വേതരന്മാരും അതുപോലെ തന്നെ ദിഗംബരന്മാരും, ഈ പറയുന്ന രണ്ടായിട്ട് ജൈനമതം രണ്ടായിട്ട് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു അല്ലെങ്കിൽ വിഭജിച്ചു. അതാണ് ഒന്ന് ശ്വേതംബരന്മാരും, രണ്ടാമത്തെ ആരാണ്, ഈ പറയുന്ന ദിഗംബരന്മാരും എന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ മക്കളെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ജൈനമത സന്യാസിമാരെ എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇതാണ് ഈ ജൈനമത സന്യാസിമാർ കേട്ടോ. ഇവരുടെ രൂപം ഇങ്ങനെയാണ്, ഇവരുടെ ഡ്രസ്സിങ് ഇങ്ങനെയാണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. മക്കളെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മക്കളെ, ഇതൊന്നുമല്ല ഈ ചാപ്റ്ററിനകത്ത് എക്സാമിന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇനിയും പറയാനുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പറയുന്നുണ്ടെന്ന് അറിയോ, നമ്മുടെ യോധയിൽ, നമ്മുടെ 8ാം ക്ലാസ്സിലെ യോധയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ യോധയിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വലിയ മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും അടിപൊളി ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകൾ എല്ലാം തന്നെ എന്താണ് അവൈലബിൾ ആണ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, യോധയിൽ ജോയിൻ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ഈ വീഡിയോ
കാണുന്ന ആളുകൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കമന്റുകളൊക്കെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഇടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജെസിയാണ്, ജിതിൻ സാറാണ്. ഹായ്, കാണാം മക്കളെ, കാണാം. ബൈ.